ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തോടുകൂടിയാണ് ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് ജനങ്ങളെ തെളിക്കപ്പെടുക. അല്ലേ? 3 ഊതലാൻ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറുന്ന കാഹളത്തിലൂടെ നടത്തുക. ഒന്ന് നഫ്ഖത്തുൽ ഫസ്അ്, സർവ്വജനങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്ത്. രണ്ടാമത്തത് നഫ്ഖത്തുൽ സഅഖ്, സർവരെയും മരിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്ത്. മൂന്നാമത്തത് നഫ്ഖത്തുൽ ബഅസ്, മരിച്ചുപോയ ജനകോടികളെ മുഴുവനും ഖബറിൽ കിടക്കുന്നവരെ, ഈ ഭൂമിയുടെ ഉള്ളറകൾ വസിക്കുന്ന മുഴുവൻ ഖൗമനെയും പുറത്തേക്കെടുക്കാനുള്ള ഊത്ത്. നഫ്ഖത്തുൽ ബഅസ്, പുനർജീവനത്തിന്റെ ഊത്ത്. മൂന്നാമത്തെ ഘട്ടം അതാണ്. ഈ മൂന്നാമത്തെ ഊത്തിലൂടെയാണ് മഹ്ശറയിലേക്ക് ജനങ്ങൾ വരിക. വല്ലാത്തൊരു രംഗമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനഫഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസ് ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയതാകുന്ന സർവ്വജനകോടികളെയും മഹ്ശറയിലേക്ക് തെളിക്കാൻ വേണ്ടി ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ മൂന്നാമത്തെ ഊത്തോതുകയാണ്. ഒന്നാമത്തെ ഊത്തിലൂടെ സർവരെയും പേടിപ്പിച്ചതാകുന്ന ഇസ്രാഫീൽ, രണ്ടാമത്തെ ഊത്തിലൂടെ സർവ്വകോടി ജനങ്ങളെയും മരിപ്പിച്ചതാകുന്ന ഇസ്രാഫീൽ, മൂന്നാമത്തെ ഊത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ജനകോടികളെ മുഴുവനും മഹ്ശറയിലേക്ക് തെളിച്ചുകൊണ്ട് പോയാണ്. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن. ഖബറിൽ നിൽക്കുന്ന ഓരോ ആളുകളും ചോദിക്കുകയാണ് ആരാണ് മനോഹരമായ ഈ ഉറക്കിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിക്കളഞ്ഞത്? ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നല്ലോ, ഇതിൽ നിന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയത് ആരാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഭീകരമായ ഊത്തിലൂടെ ജനങ്ങളെ ചോദിക്കുകയാണ്, മറുപടി കൊടുക്കുകയാണ്. ഹാദാ മാ വഅദ റഹ്മാൻ, റഹ്മാനായ പടച്ചറബ് വാഗ്ദാനം ചെയ്തതായ സുദിനമാണ്. ജീവിതത്തിൽ സുകൃതം അനുഷ്ഠിച്ചവരെ നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ദിവസമാണ്. ജീവിതത്തിൽ തിന്മകൾ ചെയ്തവരെ അതിന്റെയും പ്രതിഫലം നൽകുന്ന സുദിനമാണ്. വസദഖൽ മുർസലൂൻ. 1,24,000 അംബിയാ മുർസലീങ്ങൾ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു തന്നതും ഈ ഒരു ജീവിതത്തെ പറ്റിയാണ്, ഈ ഒരു ഘട്ടത്തെ പറ്റിയാണ്. ജീവിതത്തിലെ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ആലമുദ്ദുനിയായിൽ സുകൃതം ചെയ്തവരെ നിങ്ങൾക്കിതാ മഹ്ശറയിലേക്ക് വരാം, മർഹബയാണ്, സ്വാഗതമാ. ജീവിതത്തിൽ സുകൃതം അനുഷ്ഠിക്കാതെ രണ്ടാം ഘട്ട ജീവിതത്തിൽ അടിച്ചു പൊളിച്ച് രസിച്ച് കവിഞ്ഞുകൂടിയവരെ വിനാശമാണ്, ദുഃഖമാണ്. എല്ലാ സൃഷ്ടികളെയും ഒരുമിച്ച് കൂട്ടുകയാണ്. യഹ്ശുറുന്നാസു ഹുഫാതൻ ഉറാതൻ ഉറലാ. നഗ്നപാതകരായി ശരീരത്തിൽ നൂലിന് പോലും വസ്ത്രമില്ലാതെ മഹ്ശറയിലേക്ക് ജനകോടികൾ കടന്നു വരുകയാണ്. അതത് പ്രവാചകന്മാരുടെ പിന്നിലായി ഓരോ സമുദായവും കടന്നു വരുകയാണ്. വൽമലായികതു സഫൻ സഫാ وجاء ربك والملك صفا صفا
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അനുയോജ്യമായ നിലയ്ക്ക് കടന്നു വരികയും അവനോടൊപ്പം കോടാനു മലക്കുകൾ സഫ് സഫായി കൊണ്ട് അണിനിരയായി കടന്നു വരുന്നതായ രംഗമാണ്. എല്ലാ സൃഷ്ടിജാലങ്ങളും മഹ്ശറിലേക്ക് കടന്നു വരുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണേ സഹോദരാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രംഗമോർത്തുകൊണ്ട് പലപ്പോഴായി കരഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ ഖാരിആയ ഇബ്നു മസ്ഊദിനോട് ഖുർആൻ ഓതാ പറയുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയെ തങ്ങൾക്കല്ലേ ഖുർആൻ ഇറക്കപ്പെട്ടത്, തങ്ങളല്ലേ ഓതേണ്ടത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാനല്ലാത്ത മറ്റൊരാൾ നിന്ന് ഈ പരിശുദ്ധമായ കലാമിനെ ഓതി കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന സഹബ, അതുകൊണ്ട് ഓതൂ സഹബ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതുകയാണ്. മനോഹരമായ ഓത്തിന്റെ ഉടമയാണ്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നിസാ പാരായണം ചെയ്യുകയാണ്. 41ാമത്തെ വചനം എത്തുകയാണ്. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഓരോ പ്രവാചകന്മാരും അതത് സമുദായക്കാരുമായി മഹ്ശറിലേക്ക് കടന്നു വരുകയാണ്. അവർ സാക്ഷികളായി നിലകൊള്ളുകയാണ്. നബിയെ തങ്ങളുടെ സമുദായത്തിന് സാക്ഷികളായി തങ്ങൾ നാളെ മഹ്ശറിലേക്ക് വരുന്ന രംഗം ഒന്ന് ചിന്തിക്കണേ എന്ന് അർത്ഥം വരുന്ന 41ാമത്തെ വചനം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതുമ്പോ അല്ലാഹുവിന്റെ റസൂലിലേക്കൊന്ന് നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരയുകയാണ്. അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് മഹ്ശറിലെ ഭീകരത ഓർത്തുകൊണ്ട് റസൂലുള്ള കരയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, ശിബത യാ റസൂലല്ലാഹ്, നബിയേ തലയിലെ രോമങ്ങൾ ഇതാ നരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ റസൂലേ. 17 രോമങ്ങൾ റസൂലുള്ളാഹിയുടെ തലയിലെ മുടികൾ നരച്ചിരുന്നു എന്ന് ബഹുമാനപ്പെട്ടതായ ഉലമാ രേഖപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലുടനെ പറയുകയാണ്, ശയ്യബതനി ഹൂദ് വഖവാതുഹാ. പരിശുദ്ധമായ ഖുർആനിലെ ഹൂദ് എന്ന സൂറത്തിലെ ഹൂദ് എന്ന സൂക്തത്തിലേതാകുന്ന ഒരു ആയത്ത് നബിയെ തങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നിലകൊള്ളണേ എന്ന അർത്ഥം വരുന്ന ആയത്തും ലോകാവസാനത്തിന്റെ ഭീകരതകൾ വിവരിക്കുന്ന ആയത്തിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചിട്ട് എന്റെ മുടികൾ നിരക്കാൻ കാരണമെന്ന് ഹബീബായ റസൂലുള്ളാഹി. കാരണം വല്ലാത്ത ഭീകരതയാണ്. എല്ലാ സൃഷ്ടിജാലങ്ങളും മഹ്ശറിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ ജിബ്രീലിനോട് പറയുകയാണ്, ജിബ്രീലേ നീ പോകണേ നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക്കിനോട് പറയണേ, നരകവുമായി കടന്നു വരാ പറയണേ. നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി പറയും, നരകവുമായി വരാൻ പറയും. ജിബ്രീൽ അലൈഹിസ്സലാം നേരെ ചെല്ലുകയാണ്. നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക് അലൈഹിസ്സലാമിന്റെ ചാരത്തേക്ക് ചെല്ലുകയാണ്. മാലിക് അലൈഹിസ്സലാമിന്റെ അടുക്കിലേക്ക് ചെല്ലും. യാ മാലികോ ഖദ് അമറ റബ്ബുക അൻ തഹ്ദുറ ബിജഹന്നമ. അല്ലയോ മാലിക്കേ, നരകത്തെ കാക്കുന്ന മലക്കേ, നരകവുമായി മഹ്ശറിലേക്ക് വരാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാണ്. നരകവുമായി എത്രയും പെട്ടെന്ന് മഹ്ശറിൽ വാ. മാലിക് അലൈഹിസ്സലാം ഉടനെ ചോദിക്കും അത്രേ, അയ്യു യൗമിൻ ഹാദാ യാ ജിബ്രീൽ, ഇതേതാണ് ദിവസം? ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ഹാദാ യൗമുൽ ഖിയാമ യൗമുൽ ഹസ്റതി വന്നദാമ. ഇതാണ് ദുഃഖത്തിന്റെയും വിരഹത്തിന്റെയും നാൾ. ഈ ദുന്യാവാകുന്ന 2ാം ഘട്ട ജീവിതത്തിൽ കളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയതാകുന്ന ആളുകൾക്ക് അവർക്ക് വിനാശത്തിന്റെയും ദുഃഖത്തിന്റെയും ആകുന്ന ദിവസമാണിത്. നന്മ തിന്മകൾക്ക് പ്രതിഫലം കൊടുക്കുന്ന ദിവസമാണ്. ഹാദാ യൗമുൽ ഖിയാമ യൗമുൽ ഹസ്റതി വന്നദാമ.
വീണ്ടും ചോദിക്കും മാലിക് അലൈഹിസ്സലാം, അഹ്ളറല്ലാഹുൽ ഖലായിക കുല്ലിഹിം, എല്ലാ സൃഷ്ടികളും വന്നിട്ടുണ്ടോ ജിബ്രീലെ? എല്ലാവരും എത്തിയിട്ടുണ്ടോ? എല്ലാവരും വന്നാലേ അങ്ങോട്ട് നരകവുമായി വരാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുള്ളൂ. എല്ലാവരും എത്തിയിട്ടുണ്ടോ? ഫയഖൂലു, വീണ്ടും പറയും അത്രേ, നഅം വഹും വാഖിഫൂന ബൈന യദയിൽ ജബ്ബാർ, എല്ലാവരും വന്നിട്ടുണ്ട്, അവരെല്ലാവരും അള്ളാഹുവിന്റെ തിരുഹളറത്തിലുണ്ട്, പടച്ചറബിന്റെ ഹളറത്തിലുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് വീണ്ടും മാലിക് അലൈഹിസ്സലാം ചോദിക്കുമത്രേ, ഐന മുഹമ്മദുൻ വദുർരിയതുഹു, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഉമ്മത്തും എവിടെയാണ്, എവിടെയാണ്, എവിടെയാണ്? എല്ലാ സൃഷ്ടികളും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും അവരെല്ലാവരും ഉണ്ട് എന്ന് മറുപടി കൊടുക്കുകയും ചെയ്തതാണ്. എന്നിട്ട് വീണ്ടും എടുത്തു ചോദിക്കും, ഐന മുഹമ്മദുൻ വദുർരിയതുഹു, നരകത്തെ കാക്കുന്ന മലക്ക് മാലിക് അലൈഹിസ്സലാം വീണ്ടും ചോദിക്കുമെന്നാണ്. നാളെ നടക്കാനിരിക്കുന്ന സംഭാഷണങ്ങളാണ്, വരാനിരിക്കുന്ന സംഭവവികാസങ്ങൾ നബിതങ്ങൾ നേരത്തെ പറയുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയും, നഅം വഹും വാഖിഫൂൻ, അവരും അല്ലാഹുവിന്റെ മുന്നിലുണ്ട്. മാലിക് അലൈഹിസ്സലാം വീണ്ടും ആശങ്ക അറിയിക്കുകയാണ്, ചോദിക്കുമത്രേ, കൈഫ യസ്തതിഊൻ ഇദാ ഖറബതു ഇലൈഹിം നാറ ജഹന്നമ, എങ്ങനെയാണ് ജിബ്രീലെ അവർക്ക് സഹിക്കാൻ പറ്റുക? ഈ നരകവുമായി ഞാൻ മഹ്ശറയിലേക്ക് കടന്നു വന്നാൽ ഇതിന്റെ ചൂട് അവർക്ക് താങ്ങാൻ പറ്റുമോ ജിബ്രീലേ? ഇതിന്റെ ചൂട് അവർക്ക് സഹിക്കാൻ പറ്റുമോ? വഹുമൽ ദുഅഫാഉൽ മുദ്നിബൂൻ, അവർ പാപികളല്ലയോ, അവർ ബലഹീനല്ലയോ, അവർ ബലക്ഷയമുള്ളതായ ആളുകളല്ലയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മുൻഗാമികളാകുന്ന ജനകോടികൾ സമുദായക്കാരിലേക്ക് ചേർത്ത് നോക്കിയിട്ട് തീർത്തും ബലഹീനരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് ആശങ്കയാണ് മാലിക് അലൈഹിസ്സലാമിന്, നരകത്തേക്കാക്കുന്ന മലക്കിന്. അദ്ദേഹം ചോദിക്കുമത്രേ, കൈഫ യസ്തതിഊൻ ഇദാ ഖറബതു ഇലൈഹിം നാറ ജഹന്നം, ഈ കത്തിച്ചിരിക്കുന്ന നരകവുമായി ഞാൻ മഹ്ശറയിലേക്ക് അടുത്തു നിന്നാൽ എങ്ങനെ മുത്തുനബിയുടെ ഉമ്മത്ത് അതിനെ സഹിക്കും? വഹുമുൽ ദുഅഫാഉൽ മുദ്നിബൂൻ, അവർ ദോഷികളും ബലഹീനരുമല്ല, എങ്ങനെ സഹിക്കും? ഫയസ്കുതു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം മിണ്ടാതിരിക്കും, അതിന് മറുപടിയില്ല. കാരണം ജിബ്രീൽ അലൈഹിസ്സലാമിന് തന്നെ അറിയാം പ്രശ്നമാണെന്ന്. മുൻഗാമികൾക്ക് കൊടുത്ത ആരോഗ്യം പോലെ ഒന്നും ഒരു ആരോഗ്യം നമുക്കില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد. ആദുഗോത്രത്തിനെ പറ്റി അറിയില്ലയോ റസൂലേ? ഇറം ദേശക്കാരാണവർ, വല്ലാത്ത നീളമുള്ള പൊക്കമുള്ള സമൂഹമാണവർ. അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, അതുപോലെയുള്ള ഒരു സൃഷ്ടിയെ, അതുപോലെയുള്ള ഒരു പടപ്പിനെ ഈ ലോകത്ത് നാം പടച്ചിട്ടേ ഇല്ല. അത്ര അജാനബാഹുക്കളാണ് അവർ, അത്ര പൊക്കമുള്ള ആരോഗ്യ ദൃഢഗാത്രർ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. وثمود الذين جابوا الصخر بالواد. സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായമാകുന്ന സമൂദ് ഗോത്രക്കാരെ പറ്റി പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വസമൂദ അല്ലദീന ജാബു സഖറ ബിൽവാദ്. പർവ്വതങ്ങൾ സ്വന്തം കൈകൊണ്ട് തുരന്നതായ സമൂദ് ഗോത്രക്കാർ അവർ വലിയ ആരോഗ്യമുള്ളവരാണ്, ആരോഗ്യതായ ദൃഢഗാത്രരായ വ്യക്തികളാണ്. ഭയങ്കര ആരോഗ്യമുള്ള സമൂഹം, ഭയങ്കര ആരോഗ്യം. സാധാരണക്കാരല്ല, നല്ല പൊക്കമുള്ള അജാനബാഹുക്കൾ ആദുഗോത്രക്കാർ. പർവ്വതങ്ങളൊക്കെ സ്വന്തം കൈകൊണ്ട് തുരക്കുന്നതായ ആ കൗമൊന്നും ചിന്തിച്ചു നോക്ക്, എത്ര ആരോഗ്യമുള്ള ആളുകളാണ്. എന്നിട്ട് അതിനുള്ളിൽ കിടന്നാണ് ഉറങ്ങുന്നത് തന്നെ, താമസിക്കുന്നത് അതിനുള്ളിൽ. അവരുടെയൊക്കെ ആരോഗ്യം എത്രയാണ്?
അത്ര വലിയതാകുന്ന കൗമൊക്കെ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിലേക്കൊക്കെ ചേർത്ത് നോക്കിയിട്ട് മുത്തുനബിയുടെ ഉമ്മത്താകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീരെ ആശുക്കളാണ്, ഒന്നുമല്ല, തീരെ വളരെ ചെറിയ കൗമാണ്. നമ്മുടെ ഇടയിലോട്ട് ഈ നരകം കടന്നു വന്നാൽ എന്താകും സ്ഥിതി എന്നുള്ള ആവലാതിയാണ് നരകത്തെ കാക്കുന്ന മാലിക് അലൈഹിസ്സലാം ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോട്. ഫയസ്കുതു ജിബ്രീൽ അലൈഹിസ്സലാം അതിന് മറുപടി നൽകാതെ മിണ്ടാതിരിക്കും. കാരണം നരകത്തിന്റെ നല്ലതുപോലെ ഭീകരത അവർക്കറിയാം. നരകം ചെറുതല്ല. എന്താണ് നരകം? വളരെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെയൊന്ന് ശ്രദ്ധയൊന്ന് ചെലുത്തണേ സഹോദരാ. ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഊഖിദൻ നാർ വൽ ഫസനാ ഹത്താ ഹമറത് ثم أوقد الفسنا حتى بيضت ثم أوقد الفسنا حتى سودت وهي سوداء مظلمة. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഊഖിദ النار ألف سنة. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ 1000 വർഷം നിരന്തരമായി രാവും പകലും അല്ലാഹു കത്തിച്ചുവത്രേ. ഹത്ത ഹമറത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയി സാബ. ثم أوقد ألف سنة, വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കത്തിക്കുകയാണ്. ഹത്ത ബിയല്ലത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തു പോയി സാബ. ثم أوقد ألف سنة, വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. ഹത്ത സുവദ്ദത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി സാബ. 1000 കൊല്ലം നിരന്തരമായി കത്തിച്ചതാകുന്ന നരകം, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയിട്ട് വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ച് 2000 കൊല്ലം നിരന്തരമായി രാവും പകലും കത്തിച്ച് അതിന്റെ നിറം വല്ലാതെ വെളുപ്പാക്കി മാറ്റി വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു കത്തിക്കാൻ ഓർഡറുകയാണ്. 3000 വർഷം രാവും പകലും നിരന്തരമായി കത്തിച്ചതിന് ശേഷം ഹത്ത സവദ്ദത്, നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി സാബ. വഹിയ സൗദാഉൻ മുദ്ലിമാ, വല്ലാതെ കറുകറുത്ത കൗകമാണ്, കറുകറുത്തതായ രംഗമാണ്. ആര് കണ്ടാലും ഭയക്കുന്നതായ കോലമാണ് സാബ. തീർന്നില്ല അറളുഹാ മിൻ റസാസ്, നരകത്തിന്റെ താഴ്ഭാഗത്തെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നരകത്തിന്റെ താഴ്ഭാഗം ഈയമാണ്. വസഖഫഹാ മിൻ നുഹാസ്, നരകത്തിൻ്റെതാകുന്ന മുകൾ ഭാഗം കോൺക്രീറ്റ് അല്ല, നരകത്തിന്റെ മുകൾ ഭാഗം ചെമ്പിനാലാണ്. താഴ്ഭാഗം ഈയത്തിനാലാണ്. ചൂട് വന്നാൽ പ്രയാസമാണ്. മുകൾ ഭാഗം ചെമ്പാണ്. ഒരു ചെമ്പിന്റെ പാത്രം, അതിലേക്ക് നല്ലതുപോലെ ചൂട് പിടിപ്പിക്കപ്പെട്ടാൽ ആ ചൂട് എത്ര കാലമാണ്, എത്ര മണിക്കൂറാണ് നിലനിൽക്കുക? 3000 വർഷം നിരന്തരമായി രാവും പകലും കത്തിക്കപ്പെട്ടതായ നരകം. ആ നരകത്തിന്റെ താഴ്ഭാഗം ഈയമാണ്, അതിന്റെ മുകൾ ഭാഗം ചെമ്പാണ് സാബ. തീർന്നില്ല വഹീതാനുഹാ മിൻ കിബ്രീത്, നരകത്തിന്റെ ചുറ്റുഭാഗം മുഴുവനും ഗന്ധകമാണ്, പുകപടലമാണ്. ആര് കണ്ടാൽ പേടിക്കുന്ന കോലമാണ്. വല്ലാതെ കറുകറുത്ത് ചൂടുള്ളതായ നരകമാണ്. വല്ലാത്ത ഭയാനകമായ ലോകമാണ്. ആ നരകത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു വിട്ടുകൊണ്ട് നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക് അലൈഹിസ്സലാം ആ നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി
അള്ളാഹു കൽപ്പിക്കുന്നത്. നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക് അലൈഹിസ്സലാം ആശങ്ക അറിയിക്കുകയാണ്. ഈ നരകവുമായി നാം മഹ്ശറിലേക്ക് കടന്നു വന്നാൽ എങ്ങനെയാണ് മുത്തുനബിയുടെ ഉമ്മത്തിനെ സഹിക്കുക? അവർ ദോഷികളാണ്, അവർ ബലഹീനരാണ്, അവർ പാവപ്പെട്ടതാകുന്ന ജനകോടികളാണ്. അവസാനം നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക് അലൈഹിസ്സലാം നരകത്തിന്റെ ചാരത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് നരകത്തെ വിളിക്കുകയാണ്. യാ നാറു ഖൂമി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക് അലൈഹിസ്സലാം നരകത്തിന്റെ ചാരത്ത് നിന്നുകൊണ്ട് നരകത്തെ വിളിക്കുകയാണ്. അല്ലയോ നരകമേ, നരകമേ, മഹ്ശറിലേക്ക് നീ വരണേ, നീ ഒന്ന് എഴുന്നേൽക്കണേ. ഫയഖൂമു അലാ അർബഅത്തി ഖവായിമാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ, 4 കാലുകളുടെ മേൽ നരകമങ്ങ് എഴുന്നേറ്റ് നിൽക്കുമത്രേ. ഇരുകാലികളാകുന്ന മനുഷ്യരില്ലയോ? ഈ ദുനിയാവിൽ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടവരില്ലയോ? ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിലകൊണ്ട ചെറുപ്പക്കാരില്ലയോ? അവർക്ക് വിലങ്ങതറിയായി 4 കാലുകളുള്ള നരകത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുകയാണ്. വലഹാ അർബഅതു ഖവായിമാ. നരകത്തിന് 4 കാലുകളുണ്ട് സഹാബ. വഹിയ ഫിൽ മഹല്ലില്ലദീ ഖലഖഹല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സൃഷ്ടിച്ചത് എവിടെയാണോ ആ സ്ഥലത്ത് തന്നെ നിലനിൽക്കുകയാണ്. ഇന്ന് വരെ അനങ്ങിയിട്ടില്ല, ഇന്ന് വരെ പതറിയിട്ടില്ല, ചിതറിയിട്ടില്ല. ആ സ്ഥലത്ത് തന്നെ എഴുന്നേറ്റങ്ങ് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹ്ശറിൽ നിൽക്കുന്ന ജനകോടികൾ മുഴുവനും നരകത്തെ ദൂരെ അതാ കാണുകയാണ്. വബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫി ആം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ, നരകത്തിന്റെ ഒരു കാലിൽ നിന്ന് രണ്ടാമത്തെ കാലിലേക്കുള്ള വഴിദൂരം 1000 വർഷമാണ്. 1000 വർഷമാണ്. ആ നരകത്തിന്റെ നീളത്തെ പറ്റി, അതിന്റെ വ്യാസത്തെ പറ്റി റസൂലുള്ള പഠിപ്പിക്കുകയാണ്. ഒന്ന് ചിന്തിക്കണേ സഹോദര, ഒന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ട ഉമ്മ. ഈ ദുനിയാവിൽ നമസ്കരിക്കാതെ, ഈ ദുനിയാവിൽ നോമ്പ് പിടിക്കാതെ, ഈ ദുനിയാവിൽ സുഹൃതങ്ങൾ അനുഷ്ഠിക്കാതെ, ഈ ദുനിയാവിൽ പാപങ്ങളുടെ കണ്ണീരപ്പാതെ, ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മഹിമ തിരിച്ചറിയാതെ, അവരെ കുറിച്ച് മോശത്തരം പറഞ്ഞുകൊണ്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും വാൾ പോസ്റ്റും ഒക്കെ എഴുതിക്കൊണ്ട് നടക്കുന്നതായ സഹോദരങ്ങളില്ലയോ, സഹോദരിമാരില്ലയോ? പഠിച്ചു വെക്കണേ. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിന്റെ കോലം റസൂലുള്ള പറയുകയാണ്. 3000 വർഷം നിരന്തരമായി രാവും പകലും കത്തിച്ചിട്ട് കറുകറുത്തതാകുന്ന നരകം. ആ നരകത്തിന് 4 കാലുകളുണ്ടത്രേ. ഒരു കാലിനടുത്ത കാലിലേക്കുള്ള വഴിദൂരം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. അതിശീഘ്രമാകുന്ന ഒരു കുതിര എടുത്തുകൊണ്ട് ഒരു കാലിൽ അടുത്ത കാലിലേക്ക് നീ യാത്ര ചെയ്താൽ 1000 വർഷം കഴിയുമത്രേ. വബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫി ആം. 1000 വർഷം വഴിദൂരമാണ്. നീ ചിന്തിക്കുന്നത് പോലെയായി നരകത്തെ നീ കാണരുതേ. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞത്. ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന അനന്തോടി നക്ഷത്ര താരകങ്ങൾ, ആകാശത്ത് മനുഷ്യന് പകൽ വെളിച്ചം തരുന്ന സൂര്യൻ, രാത്രിയിൽ പ്രഭ തരുന്നതാകുന്ന ചന്ദ്രൻ, ആ ചന്ദ്രനും സൂര്യനുമെല്ലാം ഈ നരകത്തിനുള്ളിലേക്ക് വന്നുകൊണ്ട് അടങ്ങുന്നതാണ്, നരകത്തിനുള്ളിൽ പ്രവേശിക്കുന്നതാണ്. നീ ഒന്ന് ചിന്തിക്കണേ. സൂര്യൻ്റെതാകുന്ന വലിപ്പത്തെ പറ്റി ശാസ്ത്രലോകം പറയുകയാണ്. ആകാശത്ത് മിന്നിത്തിളങ്ങുന്നതാകുന്ന 16,15,15,000 കിലോമീറ്റർ അകലുന്നുകൊണ്ട് തീരുപ്പുന്ന സൂര്യൻ ഈ ഭൂമിയേക്കാൾ 15 ലക്ഷത്തോളം വലിപ്പമുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി 15 ലക്ഷത്തോളം വലിപ്പമുള്ളതാണ്.
ആകാശത്ത് മിന്നിത്തിളങ്ങുന്നതായ സൂര്യനെങ്കിൽ ആ സൂര്യനെ ഉൾക്കൊള്ളാനും ചന്ദ്രനെ ഉൾക്കൊള്ളാനും വ്യാസമുള്ളതാണ് നരകമെന്നുള്ളതെന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രമാത്രം നീളമാണ്, എത്രമാത്രം വ്യാസമാണ്, എത്രമാത്രം പരപ്പാണ്. നഊദു ബില്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ നരകത്തെ അങ്ങ് എഴുന്നേൽക്കുമ്പോൾ തന്നെ തഫൂറു ജഹന്നമ, നരകമങ്ങ് തിളച്ചു മറിയുകയാണ്. വല്ലാത്തൊരു സന്തോഷത്താൽ സൃഷ്ടിച്ചിട്ട് ഇന്നുവരെ വിളി കേൾക്കാതെ നിലകൊള്ളുകയല്ലയോ. വഹിയ ഫിൽ മഹല്ലില്ലദീ ഖലഖഹല്ലാഹ്, അല്ലാഹ് സൃഷ്ടിച്ച സ്ഥലത്ത് തന്നെ നിലകൊണ്ടതാകുന്നതായ നരകം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ തഫൂറു ജഹന്നം, ജഹന്നം എന്ന നരകം അങ്ങ് തിളച്ചു മറിയുകയാണ്. വല്ലാത്ത രംഗമാണ് സാബാ. 30,000 തലകളാണ് നരകത്തിനുള്ളത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഓരോ തലകളിലും 30,000 വായകളാണ്, 2 ചുണ്ടുകളാണ്. മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകളാണ്. തീർന്നില്ല, തീർന്നില്ല. വലഹാ 70,000 സിമാം, 70,000 കടിഞ്ഞാണുകളാണ് നരകത്തിന് അല്ലാഹു നൽകിയിട്ടുള്ളത്. വമഅ കുല്ലി സിമാമിൻ 70,000 മലായിക, ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകളാണ്, മലക്കുകളാണ്. 70,000 കടിഞ്ഞാളുകളുണ്ട്. ഓരോ കടിഞ്ഞാണിന്മേലും 70,000 മലക്കുകളുണ്ട്. അഥവാ ചരിത്രം രേഖപ്പെടുത്തുന്നു 490 കോടിയോളം മലക്കുകളാണ് നരകത്തിന്റെ മേൽ അധീനപ്പെടുത്തിയിട്ടുള്ളത്. അലൈഹാ മലായിക ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, അതിശക്തരായ മലക്കുകളാണ്, പരിപരുത്ത ഹൃദയത്തിൻ്റെതായ മലക്കുകളാണ്. അല്ലാഹ് കൽപ്പിച്ച കാര്യങ്ങളെ പരിപൂർണമായി ശിരസാവഹിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുകയും ചെയ്യുന്നതായ ഒരു കൂട്ടം മലക്കുകളാണ്. അല്ലാഹ് ചെയ്യരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി തൃണവൽഗണിക്കുകയും ചെയ്യുന്ന മലക്കുകളാണ്. 490 കോടിയോളം വരുന്ന മലക്കുകൾ. ഏത് 70,000 കടിഞ്ഞാണുകളിൽ ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകൾ വീതം, അഥവാ 490 കോടിയോളം മലക്കുകളാണ് നരകത്തിന്റെ മേൽ അധീനപ്പെടുത്തിയിരിക്കുന്നത്. ആ നരകത്തിന്റെ മേൽ അധീനപ്പെടുത്തിയതാകുന്ന മലക്കുകൾ മുഴുവൻ ആളുകളും ആ നരകത്തിന്റെ കടിഞ്ഞാണുകൾ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് മഹ്ശറയിലേക്ക് കടന്നു വരുകയാണ്. വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റാ وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد ولا يوثق وثاقه أحد. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗം വിശദീകരിക്കുകയാണ്. 490 കോടിയോളം വരുന്നതായ മലക്കുകൾ ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാമിന്റെ അകമ്പടിയോടുകൂടി നരകത്തെ മഹ്ശറയിലേക്ക് വലിച്ചു കൊണ്ടുവരുകയാണ്. 4 കാലുള്ള നരകം, 30,000 തലകളുള്ള നരകം, ഓരോ തലകളിലും 30,000 വായുകളുള്ള നരകം, 2 ചുണ്ടുകളുള്ള നരകം, മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകൾ ഘടിപ്പിക്കപ്പെട്ടതായ നരകം, 70,000 കടിഞ്ഞാനുള്ള നരകം, 70,000 കടിഞ്ഞാണിലെ ഓരോ കടിഞ്ഞാണിന്മേലും 70,000 മലക്കുകൾ വീതമുള്ള നരകം. ആ നരകത്തെ ഇതാ മലക്കുകൾ വലിച്ചുകൊണ്ട് കടന്നു വരുകയാണ്. വല്ലാത്ത രംഗമാണ് സാബാ. തർമീ ബിശറരിൻ കൽ ഖസർ കഅന്നഹു ജിമാലതു സുഫർ. കൊട്ടാര സമാനമായുള്ള തീപ്പൊരികൾ ആ നരകത്തിൽ
നരകത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുകയാണ്. മഞ്ഞ നിറത്തിലുള്ള ഒട്ടകങ്ങൾ കുതിച്ച് ചാടുന്നത് പോലെ, നരകത്തിൽ നിന്ന് പുറത്തേക്ക് തീപ്പൊരികൾ കടന്നു വരുന്ന പോലെ ജനങ്ങൾക്ക് തോന്നുകയാണ്. അല്ല, തോന്നലല്ല, അതൊരു തോന്നലല്ല, വ്യക്തമായി ജനങ്ങൾ കാണുകയാണ്. വല്ലാത്ത രംഗമാണ് സഹാബ. ജനങ്ങൾ മുഴുവനും ഭയവിഹ്വലരായി ഓടി മാറുകയാണ്. 490 കോടിയോളം വരുന്നതായ മലായിക്കത്തുകൾ പിടിച്ചുകൊണ്ട് നരകത്തെ കൊണ്ടുവരുകയാണ്, മഹ്ശറിലേക്ക് തെളിച്ചുകൊണ്ട് വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബ, ആ കോടാനു കോടി മലക്കുകളുടെ കയ്യിൽ നിന്ന് നരകമങ്ങ് വഴുതി മാറിപ്പോകുമത്രേ. അവരുടെ കൈകളിൽ പിടിച്ചാൽ കിട്ടുന്നില്ല. അതിശക്തരെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയതാകുന്ന മലക്കുകൾ, ആ മലക്കുകളുടെ കയ്യിൽ നിൽക്കാതെ ഇതാ നരകം മഹ്ശറിലേക്ക് കപ്പിത്താനില്ലാത്ത കപ്പൽ കടലിൽ കിടന്നുകൊണ്ട് ആടി ഉലയുന്നത് പോലെ മഹ്ശറിലേക്ക് വല്ലാത്തൊരു ഇരമ്പലോടുകൂടി, വല്ലാത്തൊരു ശബ്ദത്തോടുകൂടി കടന്നു വരുകയാണ്. വലഹാ സഫീർ വശഹീഖ്, വല്ലാത്തൊരു ഇരമ്പലാണ്, വല്ലാത്തൊരു ശബ്ദ കോലാഹലമാണ്. സാബാ, അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ജനങ്ങൾ മുഴുവനും അന്ന് കാണുന്നത് തറാ കുല്ല ഉമ്മത്തിൻ ജാസിയ, ജനങ്ങളെ മുഴുവനെ കാണാൻ സാധിക്കും മുട്ടിൽ കെട്ടിക്കൊണ്ട് ഭയവിഹ്വലരായി പേടിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. എന്താകുമെന്ന് കരുതുന്നില്ല. ജീവിതത്തിൽ സുഹൃതങ്ങൾ അനുഷ്ഠിക്കാത്തവനാണ്, ജീവിതത്തിൽ നന്മകൾ ചെയ്യാത്തവനാണ്, ജീവിതത്തിൽ പാവങ്ങളുടെ കണ്ണീരപ്പാത്തവനാണ്, ജീവിതത്തിൽ സിനിമകൾ കണ്ട് കണ്ണുകളെ മലീമസപ്പെടുത്തിയതായ വ്യക്തിയാണ്. ഒരുപാട് വാദങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ആ വാദങ്ങൾ കേട്ടുകൊണ്ട് മറുകാതിലൂടെ കടത്തിവിട്ടതായ സഹോദരിയാണ്. സ്വന്തം ഭർത്താവ് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് തനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകന്മാരുമായി രഹസ്യമായി ഭാഷണം നടത്തിയതായ സഹോദരിയാണ്. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞപ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റുള്ള സഹോദരിമാരുമായി ചങ്ങാത്തം പുൽകിയതായ സഹോദരനാണ്. എല്ലാവരും മഹ്ശറിൽ നിന്നുകൊണ്ട് വിറങ്ങലിക്കുന്നതായ ഘട്ടത്തിൽ ഇതാ നരകം മലക്കുകളുടെ കയ്യിൽ നിന്ന് വഴുതി മാറി മഹ്ശറിലേക്ക് കടന്നു വരുകയാണ്. അല്ലാതെ ആടിയുലഞ്ഞ അവസാനം ഈ ലോകത്തിന് തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ പടച്ചറപ്പിന്റെ മുന്നിൽ വന്നുകൊണ്ട് നരകം സുജൂദ് ചെയ്യുമത്രേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നരകം അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കടന്നുകൊണ്ട് പറയുകയാണ്, ഖല്ലി ബൈനി വബൈന അസ്വാജി, അല്ലാഹുവേ പടച്ചറപ്പേ, എനിക്കും എന്റെ ഇണകൾക്കിടയിൽ വന്ന് ചേർത്തി തരണേ അല്ലാ, എനിക്കെന്റെ ഇണയെ നൽകണേ അല്ലാ, ഞാൻ എന്റെ ഇണയെ ചോദിക്കുന്നു അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന ചോദിക്കുകയാണ്, വമൻ അസ്വാജുകി യാ നാർ, ആരാണ് നരകമേ നിന്റെ ഇണകൾ? ഒന്ന് പറയണേ. ആരാണ് നിന്റെ ഇണകൾ? ഒന്ന് പറയണേ. നരകമുടനെ അല്ലാഹുവിനോട് പറയുമത്രേ, കുല്ലു മുതകബ്ബിരിൻ ജബ്ബാർ, ഈ ദുനിയാവിൽ ധിക്കാരികളായി കഴിഞ്ഞതായ സമൂഹമില്ലയോ? സമ്പത്തിന്റെ പളപളപ്പിൽ വിരാജിച്ചതായ ആളുകളില്ലയോ? സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ടതാകുന്ന മക്കളില്ലയോ? മക്കളെ കൊണ്ടുപോയി അമ്മത്തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞതായ രക്ഷിതാക്കളില്ലയോ? സ്വന്തം സഹോദരങ്ങളെ സമ്പത്തിന് വേണ്ടി അറുകുല നടത്തിയതായ സഹോദരിമാരില്ലയോ? 2 വയസ്സുള്ള അൽഫൈൻ എന്ന പൊന്നുമോല് പോലും സൈനൈഡ് കൊടുത്തുകൊണ്ട്, ബ്രെഡിൽ സൈനൈഡ് കൊടുത്തുകൊണ്ട് കൊന്നുകളഞ്ഞതായ ജോളി എന്ന സഹോദരി അടക്കം സമ്പത്തിന് വേണ്ടി ദുനിയാവിൽ ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടി പാവങ്ങളെ കൊന്നൊടുക്കിയതായ ആളുകളില്ലയോ? സ്വന്തം ഭർത്താവിനെ, ഭാര്യയെ, മക്കളെ, കുടുംബാദികളെ, അയൽവാസികളെ, നാട്ടുകാരെ, ബന്ധുക്കളെ പലരെയും കൊന്നു കളഞ്ഞുകൊണ്ട് ദുനിയാവിന് പിറകെ, ഈ ദുനിയാവ് എന്നും ശാശ്വതമാണെന്ന കണക്കിൽ ജീവിച്ചു തീർത്ത ആളുകളില്ലയോ? നമസ്കരിക്കാത്തവരില്ലയോ? നോമ്പ് പിടിക്കാത്തവരില്ലയോ? അഹങ്കരിച്ചുകൊണ്ട് നടന്നതായ ആളുകളില്ലയോ? അവരാണ്
അവരാണ് എന്നെ ഇണകളല്ല, അവരെ എനിക്ക് വേണം അല്ലാ, അവരെ എനിക്ക് വേണം അല്ലാ. ഖല്ലി ബൈനി വബൈന അസ്വാജി, അവരെ എനിക്ക് താ അല്ലാ എന്ന് പടച്ച റബ്ബിനോട് നരകം കടന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അല്ലാഹ് പറയും, ഇവൻ ആവശ്യപ്പെടുന്നവരെ കൊണ്ടുവാ, അവന്റെ വയറ് നിറച്ചു കൊടുക്കും. മഹ്ശർ അവിടെ നിന്നാണ് ആരംഭിക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മഹ്ശറയുടെ ഭീകരതയാണ്, മഹ്ശറയുടെ തുടക്ക ഘട്ടമാണ് ഈ പറയുന്നത്. നരകം കൂടി വരാതെ നാലാമത്തെ ഘട്ടം തുടങ്ങൂല എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിന്റെ ആ വരവ്, നരകത്തിന്റെ രംഗം ചെറുതല്ല. ഞാൻ വളരെ ചുരുക്കി വിവരിച്ചതാണ്. ചുരുക്കി പറഞ്ഞ നരകം ഒരുപാടുണ്ട് പറയാൻ. നരകത്തെക്കുറിച്ച് പറഞ്ഞത് കത്തിയാളുന്ന നരകം, നരകം പറയാൻ ബാക്കി വെച്ചത് നിങ്ങൾക്ക് പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരുപാടുണ്ട് വിശാലമായിട്ട്. ഇനിയിപ്പോൾ ഈ ജീവിത ഘട്ടങ്ങൾ പറഞ്ഞ് അതിലൂടെ അങ്ങ് കൊണ്ടുവന്നെന്ന് മാത്രം. കാരണം നമ്മളൊരു വാത് കേട്ടിട്ട് പോകുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം, അതിനുവേണ്ടി പറഞ്ഞതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൗ അന്ന ഹിസാമ ഇബ്റത്തിൻ ഫുതിഹ മിൻഹാ ലഹ്തറക അഹ്ലുദ് ദുനിയാ അൻ ആഖിരിഹിം മിൻ അവ്വലിഹാ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകത്തിനൊരു ചെറിയ ദ്വാരം, ഒരു സൂചിമുനയുടെ ദ്വാരമങ്ങാണമിട്ടാൽ അത് ഈ ഭൂമുഖത്തേക്കാണത് തുറന്നിട്ടതെങ്കിൽ ഈ ഭൂമിയിലുള്ളതാകുന്ന സർവ്വജീവജാലങ്ങളും ആ ഒരൊറ്റ ചെറിയ ദ്വാരത്തിലൂടെ കടന്നു വരുന്ന ചൂട് നിമിത്തമായി മരിച്ചു പോകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മുഴുവൻ ആളുകളെ കത്തിച്ചാമ്പലാവും. എന്താണ്? നരകത്തിന്റെ ഒരു സൂചിമുനയുടെ അത്ര ദ്വാരം ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടാൽ ഈ ഭൂമിയിലുള്ള സർവ്വജീവജാലങ്ങളും മരിച്ചു വീഴും. നരകത്തിന്റെ ചൂടതാണ്. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൗ അന്ന സൗബം മിൻ സിയാബി അഹ്ലിൻ നാർ ലൗ ഉല്ലിഖ ബൈന السماء والأرض لمات جميع الأرض من نتنها أو من حرها. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൗ അന്ന സൗബം മിൻ സിയാബി അഹ്ലിൻ നാർ, നരകാവകാശികൾ അവിടേക്ക് കടക്കുമ്പോൾ അവർക്ക് ധരിപ്പിക്കപ്പെടുന്നതായ വസ്ത്രം, ആ വസ്ത്രമെങ്ങാണം ആകാശഭൂമികളിൽ എവിടെയെങ്ങാണം ഒന്ന് ഉടക്കിയിട്ടാൽ, നമ്മുടെ ജയിലിൽ പോകുമ്പോൾ ഉണ്ടാവില്ല നമ്പർ 310, 700, 710 എന്നൊക്കെ പറഞ്ഞ് നമ്പർ കൊടുക്കും അല്ലേ, ഡ്രസ് ഇട്ട് കൊടുക്കും. അതേപോലെ നരകത്തിൽ കയറുമ്പോഴും ഉണ്ട്, അവിടെയും ഉണ്ട് എന്ത്? ഡ്രസ്. അവിടെ ചെരുപ്പുണ്ട്, ഹദീസിലുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നരകത്തിൽ ചെരുപ്പുണ്ട്, നരകത്തിൽ ഡ്രസ് ഉണ്ട്. നരകത്തിലേതാകുന്ന ഡ്രസ് ലൗ അന്ന സൗബം മിൻ സിയാബി അഹ്ലിൻ നാർ, നരകാവകാശികളുടെ വസ്ത്രമെങ്ങാണം ഇടണ്ട, ആകാശഭൂമികളിൽ എവിടെയെങ്ങാണം ഒന്ന് ഉടക്കിയിട്ടാൽ, എവിടെയെങ്കിലും നായങ്കര കൊളുത്തി ഇട്ടാൽ മതി, ലമാത്ത ജമീഉൽ അർളി മിൻ നതിരിഹാ ഓ മിൻ ഹുരിഹാ, ഈ ഭൂമി ലോകത്തുള്ളതാകുന്ന മുഴുവൻ സൃഷ്ടിജാലങ്ങളും അതിൽ നിന്ന് വരുന്ന ദുർഗന്ധ നിമിത്തമായിട്ടോ ചൂട് കാരണമായിട്ടോ മരിച്ചു വീഴുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഇട്ടാ പിന്നെന്തായിരിക്കും? ഇടണ്ട, എവിടെങ്കിലും ഉടക്കിയിട്ടാ മതി. ആകാശഭൂമികളിലുള്ളതാകുന്ന ഈ സൃഷ്ടിമാത്ത ജമീഉൽ അർളി, ഭൂമിയിലുള്ളതാകുന്ന സർവ്വജീവജാലങ്ങളും മുഴുവനും ആ ഒരൊറ്റ ഡ്രസ്സിന്റെ കാരണത്താൽ, ഒരു ഡ്രസ്സാണ്, എല്ലാവർക്കും ഉള്ളതല്ല, ഒരു ജോഡി ഡ്രസ്സ് മാത്രം എവിടെയെങ്കിലും ഒന്ന് ഉടക്കിയിട്ടാൽ അതിന്റെ ചൂട് കാരണമായിട്ട് ഈ ഭൂമുഖത്തുള്ളതാകുന്ന സർവ്വരും മരിച്ചു വീഴും. ഒന്നില്ലെങ്കിൽ അതിന്റെ ചൂട്, അല്ലെങ്കിൽ അതിന്റെ ദുർഗന്ധം, നാറ്റം കാരണം. അങ്ങനെയാണല്ലോ, നമുക്ക് വീട്ടിലൊരു എലി ചത്ത് കിടന്നാൽ തന്നെ ഭയങ്കര നാറ്റായിരിക്കും. ഒരു 10 എണ്ണാണെങ്കിലോ ഒന്നുകൂടി ബുദ്ധിമുട്ടായിരിക്കും, ആകെ ഛർദ്ദിച്ച് അവശനാവും. ഇതിന്റെ നാറ്റവും ദുർഗന്ധവും അത്രമേൽ വലുതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നരകവാസികൾക്ക് ധരിപ്പിക്കുന്ന വസ്ത്രമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചെറിയ കാര്യമല്ല. നരകം എന്ന് പറയുന്നത് 2 വിറകുള്ളികൾ ചേർത്ത് വെച്ച് കത്തിക്കുന്നതല്ല. നമ്മളെ മദ്രസയിൽ പഠിക്കുന്ന നരകമല്ല ഈ നരകം, മനസ്സിലാക്കണം. നമ്മളെ വലിയ ചെറിയൊരു സംഭവമാണ്, കുറച്ച് തീയിട്ട് കത്തിക്കാണെന്ന് കരുതും. അങ്ങനെയല്ല, ഹദീസുണ്ട്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
ولو جمع حطب الدنيا كلها لكان الجزء الواحد من جزاء جهنم. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ, ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും സസ്യലതാദികളും മുറിച്ച് മരക്കഷ്ണങ്ങളാക്കി അതെല്ലാം വിറകുകൊള്ളികളാക്കി അത് മുഴുവനും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും ലക്കാനൽ ജുസ്ഉൽ വാഹിദു മിൻ ജസാഇ ജഹന്നമ. നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണൊരു ഭാഗമാണ് സാബാ, ഒരു ചെറിയൊരു ഭാഗമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. 100-ലൊരു ഭാഗം അത്രയേ ഉള്ളൂ. എന്താ? കാസർഗോഡ് ജില്ലയിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, കേരളത്തിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, എത്രയോ കാട് പ്രദേശങ്ങളുണ്ട്. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ കാട്ടിലും അല്ലാത്ത നാട്ടിലുള്ളത് മുഴുവൻ വൃക്ഷങ്ങളും മുഴുവൻ ചെടികളും ഇട്ട് കത്തിച്ച് അതെല്ലാം കൂടി ഒരുമിച്ചിട്ട് കത്തിച്ചാലും ലക്കാനൽ ജുസ്ഉൽ വാഹിദു മിൻ ജസാഇ ജഹന്നം. നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നരകമാണോ നിങ്ങൾ കണക്കാക്കുന്നത്, അത് ചെറുതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ എത്രയാണ് നരകം? മനസ്സിലായിക്കോ. തൗബ ചെയ്യാൻ ഇതിനേക്കാൾ നല്ല സമയമൊന്നുമില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. തെറ്റിയാത്തവരുണ്ടാവൂല, നമ്മളൊക്കെ തെറ്റുകാരാണ്. കുല്ലുബിനി ആദമ ഖത്താഉൻ, ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്. ഈ വാളിന്റെ സദസ്സ് ഇവിടെ 10 ദിവസം 12 ദിവസം നെല്ലിക്കുന്നിന്റെ ഉറൂസ് ഭാരവാഹികൾ നടത്തിയിട്ടില്ല എങ്കിൽ, സിനിമ കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പന്ത് കളിച്ചുകൊണ്ടോ സീരിയൽ കണ്ടുകൊണ്ടോ ഇല്ലെങ്കിൽ ബിഗ് ബോക്സ് കണ്ടുകൊണ്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും റിയാലിറ്റി ഷോകൾ കണ്ടുകൊണ്ടോ, ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ തിയേറ്ററിൽ പോയിക്കൊണ്ടോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ് മറിച്ചിട്ട് അവിടെ ഇരുന്ന് സൊറ പറഞ്ഞുകൊണ്ടോ വർത്തമാനം പറഞ്ഞോ വാട്സാപ്പോ ഫേസ്ബുക്കൊക്കെ നോക്കി അശ്ലീലത കണ്ടുകൊണ്ടിരിക്കും. നമ്മളൊക്കെ ഈ തങ്ങളുപ്പാപ്പയെ സ്തുതിക്കണം. കാരണം അവരുടെ പേരിലാണ് നമുക്കോട് ഒരുമിക്കാൻ സൗഭാഗ്യം കിട്ടിയത്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. മാത്രമല്ല, കമ്മിറ്റി പരിപാലക സമിതികൾ വർഷങ്ങളായി അവരെപ്പോഴും 3 വർഷം കൂടുമ്പോൾ ഈ നടക്കുന്ന ഈ ഉറൂസ് അവർ കൃത്യമായിട്ട് അവരെല്ലാ വർഷവും കൃത്യമായി 10 ദിവസം ഇങ്ങനെ വാഴ വെക്കാണ്. ആലിമീങ്ങളെ കൊണ്ടുവന്ന്, ഉലമാഇനെ കൊണ്ടുവന്ന്, കേരളത്തിലെ പ്രസിദ്ധരായ ആലിമീങ്ങളെ കൊണ്ടുവന്ന്, സയ്യിദമാരെ കൊണ്ടുവന്ന് ആത്മീയ നേതൃത്വം നൽകുകയാണ്. വലിയൊരു കാഴ്ചപ്പാടാണ്. അല്ലാഹു ഇത് നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. അത് കിട്ടുന്നതായ വാഴുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കിയെടുക്കണം, മാറ്റൊലി സൃഷ്ടിക്കണം. അതിലാണ് കാര്യം. അവസാന കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ അലാമത്തുൻ സുഗ്റ വ അലാമത്തുൻ കുബ്റ. ലോകാവസാനത്തിന് ചെറിയ അടയാളങ്ങളുണ്ട്, വലിയ അടയാളങ്ങളുണ്ട്. ചെറിയ അടയാളങ്ങൾ ഇനി വരാത്തതില്ല എന്നുള്ളതാണ്. എല്ലാ ചെറിയ അടയാളങ്ങളും വന്നു. റസൂലുള്ളാഹി പറഞ്ഞ മുഴുവൻ അടയാളങ്ങളും. കള്ളുകൂടി അധികരിക്കുമെന്ന് പറഞ്ഞു, അധികരിച്ചില്ലേ? വ്യഭിചാരം അധികരിക്കുമെന്ന് പറഞ്ഞു, അധികരിച്ചില്ലേ? വ്യഭിചാരത്തിലുള്ള സന്താനങ്ങൾ അധികരിക്കുമെന്ന് പറഞ്ഞു, അധികരിച്ചില്ലേ? ഇൽമുള്ളതാകുന്ന ആളുകളെ യർഫഉൽ ഇൽമു വ യൽഹറുൽ ജഹ്ലു, വിവരമുള്ള ആളുകളെ ഇല്ലാതാകും, അവരെ ഉയർത്തപ്പെടും. അഥവാ ആത്മീയ പ്രഭാഷണം നടത്തിയിരുന്ന വലിയ സമുന്നതരാകുന്ന ആത്മീയങ്ങൾ, ഉലമാ, സമസ്യയുടെ നേതൃത്വമാകുന്ന പണ്ഡിതന്മാർ, അവരൊക്കെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയില്ലേ? വലിയ വലിയ മഹാന്മാർ അവരൊക്കെ വിട പറഞ്ഞു പോയില്ലേ? ശംസുൽ ഉലമാ, ഈ ഉള്ളാള് തങ്ങളടക്കമുള്ള മഹാന്മാരൊക്കെ ഇല്ലാതായി പോയില്ലേ? അവരൊക്കെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയില്ലേ? ചിന്തിക്കും. വലിയ വലിയ മഹാന്മാർ ഈ ലോകത്തുനിന്ന് ഇല്ലാതായി. വയൽഹറുൽ ജഹ്ലു, വിവരമില്ലാത്ത ആളുകൾ, അറിവില്ലാത്ത ആളുകൾ ഈ ലോകത്ത് അധികരിക്കും. ശരിയല്ലേ? എത്രയോ വിവരമില്ലാത്ത ആളുകളാണ് ഈ ലോകത്തുള്ളത്. എത്രയോ വിവരക്കെട്ട പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ലോകത്ത് നടക്കുന്നു. ഇതെല്ലാ അടയാളങ്ങളും കൃത്യമായി നമ്മുടെ കൺമുന്നിലുണ്ടായിരിക്കെ നമുക്ക് മനസ്സിലാക്കാം, റസൂലുള്ളാഹി പറഞ്ഞ വലിയ വലിയ അടയാളങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. ഇമാം മഹദി റളിയല്ലാഹുവിന്റെ വരവ് പോലെ. അവസാന കാലഘട്ടം എത്തുമ്പോൾ മുസ്ലിമീങ്ങൾ പ്രയാസപ്പെടും. അവർക്ക് അടിക്കടി വിഷയങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, നടക്കല്ലേ ഓരോ വിഷയങ്ങളായിട്ട്, ഘട്ടം ഘട്ടമായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ അകപ്പെടുകയല്ലേ, ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് കടന്നു വരില്ലേ. ഇതിൽ നിന്നൊക്കെ എപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതും ബഹുമാനപ്പെട്ടതാകുന്ന നമ്മുടെ ഉസ്താദുമാര്, മുദരിസുമാര്, നമ്മുടെ ഹത്തീമാരൊക്കെ എപ്പോഴും നമ്മളോട് നിർദ്ദേശിക്കുന്നതും ഈമാൻ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ചെറിയ കാര്യമല്ല, അത് വലിയൊരു വിഷയമാണ്. അവസാന കാലഘട്ടം വരുമ്പോൾ ഈമാനിനെ തെറ്റിക്കാൻ പല വഴികൾ ശ്രമിക്കും പിശാച്. അതിൽ നിന്നൊക്കെ പിടിവിട്ടുകൊണ്ട് ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ നിലകൊള്ളണം. എങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിലൂടെ
3 കാര്യങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്യാൻ. അള്ളാഹുവിന് 3 കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ അള്ളാഹുവിനെ ശരിക്കൊന്ന് ഇബാദത്തെടുത്താൽ ഈ 3 കാര്യങ്ങൾ അള്ളാഹു നൽകും. അത് പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഇതാ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കുക. സൂറത്തു നൂറിലെ ഒരായത്താണ്. ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉപയുക്തമായ ഒരായത്തായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, നിങ്ങൾ നിന്ന് അല്ലാഹുവിനെ വിശ്വസിക്കുകയും സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതായ മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ലയസ്തഖലിഫന്നഹും ഫിൽ അർള് കമാ ഇസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങളുടെ പൂർവസൂരികളാകുന്ന മഹാന്മാർ ഈ ലോകത്ത് അധികാരത്തിന്റെ പരമോന്നത പദവി അലങ്കരിച്ചതുപോലെ നിങ്ങൾക്ക് അധികാരം നിങ്ങളുടെ കൈവെള്ളയിൽ ഞാൻ നൽകാം. നിങ്ങൾക്ക് അധികാരം വേണോ? അധികാരം ഞാൻ തരാം. അല്ലാഹു പറയാണ്, മുഅ്മിനീങ്ങളെ മുഅ്മിനത്തുകളെ വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട. പീഡിത സമൂഹമേ, നിങ്ങൾ ദുഃഖിക്കരുതേ, വ്യസനിക്കരുതേ. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത് ലയസ്തഖലിഫന്നഹും ഫിൽ അർള് കമാ ഇസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങളുടെ പൂർവ്വികർക്ക് ഈ ദുനിയാവിൽ അധികാരത്തിന്റെ ചക്രവർത്തി നൽകിയതുപോലെ, അധികാരത്തിൻ്റെതാകുന്ന ചെങ്കോല് കൈവെള്ളയിൽ കൊടുത്തതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് നാം അധികാരം നൽകാം. അധികാരമാണോ നിങ്ങൾക്ക് ആവശ്യം? അധികാരം തരാം. അല്ലാഹു പറയാം. ഒന്നാമത്തെ വാഗ്ദാനം അതാണ്. وَلَيُمَكِّنَنَّ لَهُمْ دِينَهُمُ الَّذِي ارْتَضَىٰ لَهُمْ. ഈ ദുനിയാവിൽ സംതൃപ്തകരമാകുന്ന, ദീനിൽ സംതൃപ്തകരമാകുന്ന ജീവിതം നയിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് സൗകര്യം നൽകാം. ദീനിയായ സൗകര്യത്തോടുകൂടിയുള്ള ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വാളുകൾ കേൾക്കാനും വാതിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കാനും പള്ളിയുടെ മിനാരത്തിലൂടെ ബാങ്കുകൾ മുഴക്കുവാനും ആ ബാങ്കുകൾ കേട്ടുകൊണ്ട് ജുമാ ജമാഅത്തുകൾക്ക് സന്തോഷകരമായി കടന്നു വരാനും മക്കളെ മദ്രസയിലേക്ക് വിടാനും മക്കളെ ദീനി സ്ഥാപനത്തിലേക്ക് വിടാനും മക്കളെ പുറത്തു വിടാനും ദീനിന്റെ വിഷയങ്ങളിൽ ചർച്ച ചെയ്യാനും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണോ? ആ സൗകര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. രണ്ടാമത്തത് അതാണ്. 3 وَلَيُبَدِّلَنَّهُم مِّن بَعْدِ خَوْفِهِمْ أَمْنًا. നിർഭയത്വത്തോടുകൂടിയുള്ള ജീവിതം നിങ്ങൾക്ക് വേണോ? ഭയപ്പാടില്ലാതെ റാഹത്തായ ജീവിതം നിങ്ങൾക്ക് വേണോ? ഒരാളും നിങ്ങളുടെ പൗരത്വം ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരാതെ റാഹത്തായുള്ള ജീവിതം 60-70 വയസ്സുള്ള ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ കൈവെള്ളയിൽ ഞാൻ നൽകാം. അധികാരം നിന്റെ കയ്യിൽ ഞാൻ നൽകാം. ഈ ഭൂമിയിൽ ദീനനുസരിച്ചുള്ള സൗകര്യം നിന്റെ കൈവെള്ളയിൽ ഞാൻ നൽകാം. ഭയമില്ലാത്ത ജീവിതവും നിനക്ക് ഞാൻ നൽകാം. ഒരൊറ്റ കാര്യം നീ എനിക്ക് ഉറപ്പ് തരണേ. യഅ്ബുദൂനനീ
ലാ യുശ്രികൂന ബി ശൈആ. എന്നെ മാത്രമൊന്ന് ആരാധിക്കണേ, ആരാധിക്കണേ. ഞാനല്ലാത്ത ഒരു വസ്തുവിനെയും പങ്കുചേർത്ത് ആരാധിക്കാൻ പാടില്ല. ഇന്ന് സിനിമാ നടന്മാരുടെ നടിമാരുടെ ഫാൻസുകൾ രൂപപ്പെടുന്ന കാലഘട്ടമാണ്. മോഹൻലാലിന്റെ പടമിറങ്ങിയാലും മമ്മൂട്ടിയുടെ പടമിറങ്ങിയാലും ഫാൻസുകൾ ഇറങ്ങുകയാണ്. അത് വിജയിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപകൾ ചെലവഴിക്കാനും റെഡിയാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറയുന്ന മുസ്ലിമേ, മഗ്രിബ് നമസ്കരിക്കാത്തതെന്താണ്? മഗ്രിബിന്റെ സമയത്ത് നീ എവിടെയാണ്? സിനിമ കാണാൻ വേണ്ടി, ഫസ്റ്റ് ഷോയ്ക്ക് വേണ്ടി തിയേറ്ററിലേക്ക് നിൽക്കുന്നവനല്ലയോ? അത് യഥാർത്ഥമായ ദീനല്ല. യഅ്ബുദൂനനി, എന്നെ മാത്രമൊന്ന് ആരാധിക്കണേ. ലാ യുശ്രികൂന ബി ശൈആ, എന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സിനിമാ തമ്പുരാർക്ക് ജയ് വിളിക്കാൻ നീ പോകരുതേ. ഈ ലോകത്തൊരു സൃഷ്ടിയെയും നീ ആരാധിക്കാൻ പോകരുതേ. ഒരാളുടെ ഫാൻസും നീ രൂപീകരിക്കാൻ പോകരുതേ. നീ മുസ്ലിമാണ്, നീ മുഅ്മിനാണ്, നീ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണ്. അവനാണ് റാസിഖ്, അവനാണ് ഈ ലോകത്തിന്റെ പരിപാലകൻ, അവനാണ് സംരക്ഷകൻ, അവനാണ് ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ. കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂചരങ്ങൾ പൊടിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ്, ആർത്തിരമ്പി വരുന്ന കടലിന്റെ ആഘാതമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ ജഗന്നിയന്താവായ പരിപാലകനായ അല്ലാഹ്, ആ പടച്ചറപ്പിനെ മാത്രം നീ ഒന്ന് ആരാധിക്കണേ. അല്ലാഹുവിനെ അല്ലാതെ ഒരാളെയും നീ പങ്കു ചേർക്കരുതേ. അല്ലാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് ആധാർ കാർഡിൽ മുസ്ലിം മാത്രമാണ്, റേഷൻ കാർഡിൽ മുസ്ലിമാണ്, മഗ്രിബിന്റെ ഇടയിൽ ഇശാ മഗ്രിബിന്റെ ഇടയിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരിയാണ്. അല്ലാഹുവിനെ ആരാധിക്കുന്നവനല്ല, വിക്രില്ല, ഖുർആൻ ഓതലില്ല, മഗ്രിബ് നമസ്കാരമില്ല, ഇശാ നമസ്കാരമില്ല. അല്ലാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സിയുടെ ഫുട്ബോൾ കളികൾ കാണാൻ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നതായ ചെറുപ്പക്കാരാ, ഞാനും ഒരു മെസ്സിയാകണം, ഞാനും ഒരു റൊണാൾഡീനോ ആകണം എന്ന ലക്ഷ്യത്തിൽ ഇറങ്ങുന്നതായ ചെറുപ്പക്കാരാ, നീ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? നമസ്കാരങ്ങളെ കളാക്കിയിട്ട് ഈ ദുനിയാവിന്റെ പിറകെ നീ പോകരുതേ. യഅ്ബുദൂനനി, എന്നെ മാത്രമൊന്ന് ആരാധിക്കണേ. ലാ യുശ്രികൂന ബി ശൈആ, മറ്റൊരാളെ പങ്കു ചേർക്കാതെ നീ നിലകൊണ്ടാൽ അധികാരത്തിന്റെ പരമോന്നത പദവി നിന്റെ കൈകളിൽ ഞാൻ നൽകാം. മുഅ്മിനേ, ഈ ദുനിയാവിൽ ഭയമില്ലാത്ത ജീവിതം നൽകാം. മുഅ്മിനേ, ഈ ദുനിയാവിൽ ദീനിൽ സൗകര്യമാകുന്ന ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ ആരും നിന്നെ തടയാതെ റാഹത്തായുള്ള ജീവിതം കാഴ്ചവെക്കാൻ നിനക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. ഏറ്റെടുക്കാൻ ചങ്കൂറ്റം നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത്രേ ഉള്ളൂ. ഏറ്റെടുക്കാൻ നമുക്ക് ഈമാൻ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ വാഗ്ദാനം ചെയ്തിരിക്കുക. ഒറ്റ പണി ചെയ്താൽ മതി, ഈമാനിൽ അടിയുറച്ച് നിങ്ങൾ എന്നെ ആരാധിച്ചാൽ മതി. അല്ലാഹ് അത് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സിനിമ കാണുന്നവർ, അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സീരിയൽ കാണുന്നവർ, അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പടച്ചറപ്പ് നിരോധനം പ്രഖ്യാപിച്ചതാകുന്ന അശ്ലീലമാക്കപ്പെട്ടതാകുന്ന തലങ്ങളിലേക്ക് കണ്ണുകളെ കൊണ്ടുപോകുന്നവർ, അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാതുകളെ പാതിരാത്രി സമയത്ത് നിശയുടെ നിശീലതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവർ, അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട്
സ്വന്തം മാതാപിതാക്കളെ തൃണവൽക്കരിക്കുന്നവർ, അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം മക്കളെ കൊണ്ടുപോയി അമ്മത്തൊട്ടിൽ വലിച്ചെറിയുന്നവർ, അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാമുകന്മാരുമായി രഹസ്യമായി ഭാഷണം നടത്തുന്നവർ, അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാമുകിയുടെ കോൾ പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന പരപുരുഷന്മാർ, അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാലിന്റെ സദസ്സിലേക്ക് വരുമ്പോൾ പോലും അന്യാക്കപ്പെട്ട സഹോദരിമാരുമായി ചങ്ങാത്തം മുഴുകി അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് കടന്നു വരുന്നതായ പരപുരുഷന്മാർ. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. എന്നെ മാത്രം നിങ്ങളൊന്ന് ആരാധിക്കും, ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 കാര്യവും ഞാൻ നൽകാം. അല്ലാഹു പറയാണ്.